ഗുജറാത്തിൽ കോൺഗ്രസിനെ നശിപ്പിക്കുക, ഡൽഹിയിൽ കോൺഗ്രസിനെ വേരോടെ പിഴുതെഴുതുക, പഞ്ചാബിൽ വിള്ളലുണ്ടാക്കുക, ഇതൊക്കെയാണ് ആം ആദ്മിയുടെ ശീലങ്ങൾ. ആം ആദ്മി ഇപ്പോൾ ശോചനീയാവസ്ഥയിൽ തന്നെയാണെങ്കിലും അവർ BJPക്ക് വേണ്ടി ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഗുജറാത്തിൽ 2027 ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം 2027 തുടക്കത്തിലാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പഞ്ചാബിൽ BJP ആം ആദ്മി പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ കയറാൻ സഹായിക്കുകയും തിരിച്ച് ഗുജറാത്തിൽ BJPക്ക് പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിച്ച് കോൺഗ്രസിനെ വീണ്ടും തകർത്തെറിയാൻ വേണ്ടിയുള്ള കളികൾ കളിക്കുകയും ചെയ്യുക എന്നുള്ള ഡീലാണ് ഇവർ തമ്മിൽ ഉള്ളത്. അത് കൃത്യമായി തന്നെ ഗുജറാത്തിലെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ജിഗ്നേഷ് മെവാനിയും പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കിയ കാര്യമാണ്. ഒരു കൊടുക്കൽ വാങ്ങൽ, അതിനുവേണ്ടി ഇടനില കളിക്കുന്നവരുടെ പേരുകൾ തങ്ങൾക്കറിയാം എന്നുള്ളത് പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കൾ, ചരൺജിത് സിംഗ് ചന്നി അടക്കമുള്ള നേതാക്കൾ തുറന്നു പറഞ്ഞിരിക്കുക. പക്ഷേ ഇത്തവണ ജനങ്ങൾ ആ ഡീല് പൊളിച്ചെടുക്കുമെന്നും ഇത്തവണ ഗുജറാത്തിൽ ആം ആദ്മിയുടെ ഒരു കളിയും നടക്കാൻ പോകുന്നില്ല എന്നും ആം ആദ്മിയുടെ വോട്ട് ഷെയർ വട്ടപൂജ്യമാകുമെന്നും ജിഗ്നേഷ് മെവാനി പറയുകയാണ്. ആദിവാസി ദളിത് സമൂഹത്തിൽ നിന്നും BJPക്ക് നിരവധി ജനപ്രതിനിധികളുണ്ട്. പക്ഷെ അവർ ഒരിക്കൽ ജനപ്രതിനിധിയായാൽ പിന്നെ ആദിവാസികളെയോ പിന്നാക്കം നിൽക്കുന്നവരെയോ തിരിഞ്ഞു നോക്കുന്നില്ല. അവർക്ക് അവരുടെ കുടുംബവും അവരുടെ ഉന്നമനവും ഒക്കെയാണ് ലക്ഷ്യം. അത്തരത്തിൽ സ്വാർത്ഥ ചിന്താഗതിക്കാരായ കുറേയധികം BJPയുടെ സാമാജികരെ, നിയമസഭാ സാമാജികരെയും ലോക്സഭാ സാമാജികരെയും തുറന്ന് പൊളിച്ചെടുക്കുകയാണ് ജിഗ്നേഷ് മെവാനി അടക്കം ചെയ്യുന്നത്. നമുക്കറിയാം, പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി കോൺഗ്രസ് നടത്തിയ നിരവധിയായ പദ്ധതികൾ, പഞ്ചവത്സര പദ്ധതികളിലൂടെ കോൺഗ്രസ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എണ്ണമറ്റതാണ്. 50 വർഷം ഭരിച്ച കോൺഗ്രസ് ഈ രാജ്യത്ത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ബാക്കി പത്രമായാണ് BJP ഈ രാജ്യത്ത് എന്തെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനകത്തും വലിയ തോതിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നു. എന്നിട്ടാണ് വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്. ഗുജറാത്തിലെയും പഞ്ചാബിലെയും കള്ളക്കളി 2027 ജനങ്ങൾ പൊളിച്ചടുക്കി കൊടുക്കുമെന്നും അതിനധികം താമസം വേണ്ടെന്നും കേജ്രിവാള് പായും തലയണയും എടുത്ത് വീണ്ടും ജയിലിൽ പോകാൻ തയ്യാറായിക്കൊള്ളുവെന്നും BJPയുമായുള്ള ഡീൽ പൊളിഞ്ഞടുക്കുകയാണെങ്കിൽ പിന്നെ കേജ്രിവാളിന് പുറം ലോകം കാണാൻ പറ്റാത്ത വിധത്തിൽ വീണ്ടും തിഹാർ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് പരിഹസത്തോടെ പറഞ്ഞിരിക്കുകയാണ്.